പായസമല്ലേ എന്തായാലും ഉഗ്രനായിരിക്കും. വേഗം തന്നെ ഓഫാക്കാം. അത് വേഗം തന്നെ ഇങ്ങനെ ഒഴിക്കാം നമുക്ക്. നമുക്ക് ഇന്ന് പഴം പായസം ഉണ്ടാക്കാം. അപ്പൊ അതിന് പഴം പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരം വേണം. അപ്പൊ നാളികേരം കൊത്തുന്നത് ഒന്ന് കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കൊത്തി ഇട്ടിട്ടുണ്ട്. ചെറുകണ്ട മടിക്കാണ് ഇങ്ങനെ ചെയ്യണത്. ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് കൈ മുറിക്കൊന്നും വേണ്ട. ഞാനിങ്ങനെ സൂത്രത്തിൽ ചെയ്യണ കാര്യങ്ങളാണ്. ഇതിങ്ങനെ അങ്ങനെ ആക്കുമ്പോ ഇങ്ങനെ കിട്ടും. ഇത് പിന്നെ കഴുകണം നമുക്ക് ഇട്ടാ. കഴുകിയിട്ട് വേണം മിക്സിയിലിട്ട് വലിക്കാനായിട്ട് ഇട്ടാ. അപ്പൊ ഇതെല്ലാം അങ്ങനെ കൊത്തിയിട്ട് വരാം കേട്ടാ. അങ്ങനെ നമ്മള് അല്ലാതും കൊത്തിയെടുത്തു. നല്ല ഭംഗിയിൽ കിട്ടി. ചിരട്ട നല്ല ഭംഗിയിൽ കിട്ടി. ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ച് കഴുകിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് കൊണ്ടുവരാം. നമ്മള് പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കണ്ട 1 2 3 3.5 പഴം ഉണ്ട്. പിന്നെ ഓരോരോ കഷ്ണം കൂടി ഉണ്ട്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകണം. ഇതിലേക്ക് വേണ്ട ശർക്കര നമുക്ക് ഉരുക്കാം. ശർക്കര എത്രത്തോളം വേണമെന്ന് വെച്ചാൽ നമ്മുടെ മധുരം അനുസരിച്ച് ഇട്ടാൽ മതി. കണക്കൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ അറിയാലോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെക്കാം. പിന്നെ അധികം വെള്ളം വേണ്ട. പഴം വെന്തിട്ടുള്ളതാണല്ലോ. ആ കാരണം നമുക്ക് അധികം വെള്ളം വേണ്ട. കുറച്ച് വെള്ളത്തിൽ നമുക്കത് ഉരുക്കിയെടുക്കാം. പിന്നെ എന്താ ടേസ്റ്റ് നോക്കാൻ വരുന്നത് ഒരാളാണ് കേട്ടാ. എൻ്റെ അനിയത്തി. അവള് വരുന്നത് തന്നെ ഞങ്ങൾ എടുക്കാട്ടോ. അവള് പറഞ്ഞിട്ടുണ്ട് രാജി നീ ഇന്ന് ടേസ്റ്റ് നോക്കാൻ വരണട്ടോ. ഞാൻ വിളിക്കുമ്പോ വന്നോളൂ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിളിക്കുമ്പോ വരാൻ പറഞ്ഞിട്ടുണ്ട്. ശരി ചേച്ചി ഞാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വരുന്നത് തന്നെ എടുത്ത് കാണിച്ചു തരാട്ടോ. ശർക്കര നമ്മൾ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സൂത്രപ്പണി ഞാൻ ചെയ്യുമ്പോ നാളികേരം അരക്കില്ലേ നമ്മള്. ആ നാളികേരം അരക്കിനോട് കൂടിയിട്ട് തന്നെ ഈ ഏലക്കായ ഒരു 3 4 അത്രേ വേണ്ടു. കുറച്ചല്ലേ ഉള്ളൂ. ആ കാരണം അത് അതിൽ തന്നെ ഇട്ടിട്ട് അരച്ചെടുക്കും. അങ്ങനെ ഞാൻ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇത്രയ്ക്ക് ഏലക്കായ നമുക്ക് ഇടാം. ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. പഴം തൊലി കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. നമ്മളിപ്പോ പഴം അരച്ചു. അതുപോലെ തന്നെ നാളികേരം അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ അരച്ചത് നമുക്ക് വേറെ പാത്രത്തിലൊന്നും ഇടണ്ട. നമ്മൾ ഉണ്ടാക്കാൻ പോണ പാത്രത്തിൽ തന്നെ നമുക്ക് ഇടാം. നമുക്കിനി ശർക്കര ഉരുക്കി കഴിഞ്ഞു. ഉരുണ്ട നന്നായി ഉരുക്കി. അപ്പൊ അത് മാറ്റി വെച്ചിട്ട് പഴം അടപ്പത്തേക്കാം. ഇത് നമുക്ക് വേറെ ഒന്നുമില്ല. ഇത് ഓണാക്കിയിട്ടുണ്ട് കേട്ടാ. ഈ ഓണാക്കിയിട്ട് നമ്മൾ അടപ്പത്ത് വെച്ച് ഇതിൽ വെള്ളം ഇത് അരയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്. ഇങ്ങനെ ഡ്രൈ ആകുമ്പോ ഒരു തുള്ളി നാളികേരപ്പാലിന്റെ അങ്ങനെ വെള്ളം ഒഴിക്കേണ്ട. അപ്പൊ നമുക്കത് ഇതേപോലെ നന്നായി കിട്ടും. ഇനി ആ ചൂടുള്ള ശർക്കര നീര് ഇതിൽ തന്നെ ഒഴിക്കാം. നമുക്ക് മധുരം അധികം വേണോ വേണ്ടെന്ന് വെച്ചിട്ടേ അതുപോലെ ചെയ്താൽ മതി. ഞാൻ അല്ലാതെ ഒഴിച്ചിട്ടില്ല. എന്താ വെച്ചാൽ മധുരം കൂടണ്ടെന്ന് വെച്ചിട്ടേ കുറച്ചെല്ലാം നമ്മൾ ഉണ്ടാക്കണമല്ലോ. അപ്പൊ മധുരം കൂടണ്ടെന്ന് അങ്ങനെ നല്ലതായിട്ടിട്ടില്ല. ഇത് നമുക്കേ ഇത് ഇനി വെള്ളമൊന്നും ചേർക്കാണ്ട് ഇത് ഇങ്ങനെ വറ്റിച്ച് നമ്മളിങ്ങനെ വെരുകി എടുക്കുക. ഇത് ഇങ്ങനെ വെരുകി എടുത്തതിന് ശേഷം നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ചാൽ മതി. എന്നാലേ രസം ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ഇതിൽ വെറുതെ നാളികേരപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പായസത്തിന്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് കിട്ടില്ല. ഇതിങ്ങനെ നമുക്ക് വെരുകി പിന്നെ അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അങ്ങനെ അത് ഇങ്ങനെ വെരുകി എടുക്കണം. നന്നായി വെള്ളമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നല്ല ഇതായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതിന് നാളികേരപ്പാൽ ഒഴിച്ചാൽ മതി. ഒരു നുള്ള് ഇത്ര കയറുന്നുള്ള ഒരു തരി ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് നെയ്യ് ഇട്ടാ കുറച്ച് മതി. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ഇങ്ങനെ മുറുക്കിയിടാം. നമുക്ക് ഈ പായസം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ. എന്നുവെച്ചാല് എൻ്റെ മക്കൾക്ക് 3 ആൾക്കും ഇഷ്ടമാണ് ഈ പായസം.
അപ്പൊ ഒരു ദിവസം മോൻ പറയണ കല്യാണത്തിന് പോയപ്പോഴേ പായസം പാലടി അല്ല ഈ പഴം പായസം ഉണ്ടായിരുന്നു. അപ്പൊ മോൻ പറയാ അമ്മ ഉണ്ടാക്കണ അത്രയ്ക്ക് രസമില്ല അമ്മേന്ന്. ഇഷ്ടായി, സന്തോഷായി. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊടുക്കാൻ തോന്നാട്ടാ. എനിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിയാലും കേടായാലും ചേട്ടനൊന്നും പറയുന്നില്ല, ഇത് കേടായി അങ്ങനെയൊന്നും പറയില്ല. നീ ഉണ്ടാക്കിക്കോ, ധൈര്യമായിട്ട് ഉണ്ടാക്കി. പിള്ളേരും പറയും എന്ത് കൊടുത്താലും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും ഒന്ന് നോക്ക്, സുഖമാണ് ഉണ്ടാക്കാനായിട്ട്. ശർക്കരയും പഴം കൂടിയിട്ട് നന്നായി യോജിച്ച് നല്ലൊരു മണം വരില്ല, നല്ല മണം. ഇത് നെയ്യന്റെയും ഇതൊക്കെ നല്ലൊരു മണം വരും. ഇതിപ്പോ 3 പഴം വേണമെന്നൊന്നുമില്ല കേട്ടോ, ഒരു പഴം കൊണ്ടായാലും നമുക്ക് ഉണ്ടാക്കാം. നല്ല രസമാണ്. നമ്മുടെ വീട്ടില് ഒരു 3-4 ആൾക്കാർക്ക് കുടിക്കുകയും ചെയ്യാം. ഒരു പഴം കൊണ്ട് ഉണ്ടാക്കിയിട്ടല്ല. ഞാൻ ഇടയ്ക്ക് ഒരു പഴമായാലും തൊലി വറുത്താൽ ആരും കഴിക്കില്ല. അപ്പൊ ഞാൻ ആ പഴം കൊണ്ട് പായസം ഉണ്ടാക്കും. അത് ഇവിടെ എല്ലാവർക്കും കൊടുക്കും ചെയ്യണ്ട, അപ്പുറത്ത് വീട്ടിൽ എല്ലാവർക്കും കൊടുക്കും. മധുരം കുറവ് തോന്നിയ കാരണം ഞാൻ ശർക്കര പാനി വീണ്ടും ഒഴിക്കും കേട്ടാ. ബാക്കിയുള്ളതേ എന്നുവെച്ചാൽ നാളികേരത്തിന്റെ പാലും കൂടി ഒഴിച്ചു വരുമ്പോ മധുരം കുറയും. അപ്പൊ വല്ലാണ്ട് കൂടെ ഉണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ അങ്ങനെ ബാക്കി വെച്ചത്. അപ്പൊ എന്തായാലും ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു. ഞാൻ ഇതിന്റെ കളറ് മാറി ശർക്കരയുടെ കളറായി. ഇത് കണ്ട ശർക്കരയുടെ ഇല്ലേ, കുറച്ച് വെള്ളത്തിൽ തന്നെ അരച്ച വെള്ളത്തിൽ തന്നെ പിഴിഞ്ഞു വെച്ചിട്ടുള്ളൂ കേട്ടാ. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം കുറേ വെള്ളമായിട്ട് ഇതിങ്ങനെ അധികം ലൂസ് പറ്റില്ല. അപ്പൊ ഇത് നോക്കിയിട്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ വീണ്ടും കുറച്ച് തിരക്കും കണ്ടുപിടിക്കേണ്ട ഇങ്ങനെ വരാതെ. നല്ല ഒഴിച്ചു ഞാൻ ആലക്കാരിലേക്ക് ഒരു മണം വരുന്നുണ്ടല്ലേ. നമുക്ക് പതുക്കെ ഇത് ഇങ്ങനെ കട്ടിക്കൊടയും തന്നെ കട്ടാന്ന് പറയാൻ പറ്റില്ല. ഇതിങ്ങനെ ചൂടായി കൂടി ഇതെങ്ങനെ കണ്ട ഇതൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കാം. ഇങ്ങനെ കിടക്കും. അതൊക്കെ നമുക്ക് അത് തന്നെ ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് വരും. ഇപ്പൊ കണ്ട കുറച്ചു നേരം കഴിയുമ്പോ ഇതിങ്ങനെ ലൂസായി ഇങ്ങനെ വരും. ഇതിന് നാളികേരം നമുക്ക് വറുത്തിടാം. കുഞ്ഞുങ്ങനെ അരിഞ്ഞിട്ട് നാളികേരം വറുത്തിട്ടാലും രസാ. നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തിടാം. അമ്മ പറഞ്ഞു നാളികേരത്തിടണ്ടെന്ന്. അണ്ടിപ്പരിപ്പ് പായസത്തിലേക്കുള്ള പായസം വയ്ക്കാൻ സുഖാണ്. അപ്പൊ നെയ്യ് ചൂടാകുമ്പോ അണ്ടിപ്പരിപ്പുണ്ട്. ഇതില് മുന്തിരി ഇടണ്ട, ഇതൊരു പുള്ളി രസം ഉണ്ടാവില്ല. അപ്പൊ മുന്തിരി വേണ്ട, അല്ലാണ്ട് അത് മുന്തിരി വേണ്ട, അണ്ടിപ്പരിപ്പ് മാത്രം മതി. അണ്ടിപ്പരിപ്പ് പിന്നെ നമുക്ക് നാളെ കൊത്തൊക്കെ ഇടാം. അത് കൊച്ചാക്കിയിട്ട് അത്രയും കനം കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോ രസം ഉണ്ടാവും. നമുക്കിത് ഇതിട്ടാൽ മതി. ഇത് കളറ് മാറി വേഗം തന്നെ ഓഫാക്കാം. എന്നിട്ട് വേഗം തന്നെ ഇങ്ങോട്ട് ഒഴിക്കാം നമുക്ക്. ഇപ്പൊ നമ്മുടെ പായസം റെഡി. നമുക്ക് ചിറ്റനെ വിളിക്കാം. അപ്പോഴേ അനിയത്തി വന്നിട്ടുണ്ട്. എന്റെ അനിയത്തിയാണ്. അപ്പൊ അനിയത്തിക്ക് ടേസ്റ്റ് നോക്കാൻ കൊടുക്കണം. അനിയത്തി ഇവിടെ അടുത്ത് തന്നെ കടയുണ്ട്. അപ്പൊ എന്നും വരും നമ്മളോടേക്ക്. നമ്മൾ എന്നും കാണും, അനിയത്തിനെയും കാണും ചേച്ചിനെയും കാണും. അപ്പൊ അനിയത്തിയോട് പറഞ്ഞ് നോക്കാം. അപ്പൊ രാജി വന്നിട്ടുണ്ട്. അപ്പൊ രാജി ടേസ്റ്റ് നോക്കാൻ കൊടുക്കാം. ചൂട് എന്തായാലും ഉഗ്രനായിരിക്കും. മധുരം ചെല്ലുമ്പോ തന്നെ നമുക്കിങ്ങനെ ഉള്ളിലൊരു സന്തോഷം അല്ല, നാവുമ്മലൊക്കെ ഒരു സന്തോഷം. അടിപൊളി.